പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വിക്രം അഭിലാഷുമായിട്ട് വഴക്കുണ്ടാക്കുകയും അഭിലാഷിനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറയുമ്പോൾ രാധ വിക്രമിനോട് പറയുകയാണ്, ഇത്രയൊക്കെ ആയില്ല, എനിക്ക് വേണ്ടി എന്തായാലും നിങ്ങൾ തല്ലുണ്ടാക്കാനൊക്കെ വന്നില്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ കഴുത്തിലൊരു താലി കെട്ടിക്കൂടെ എന്ന് വിക്രമിനോട് രാധ ചോദിക്കുകയാണ്. കേൾക്കുമ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോകാണ്ട് വിക്രം പറയുന്നുണ്ട്, നീ എന്തീ പറയുന്നത്, ഒരു താലി കെട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ എന്നെ മാറിയിട്ടില്ല, എനിക്കൊരിക്കലും നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല, നിന്നോട് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, നീ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടവും എനിക്ക് നിന്നോടില്ല, നിന്നോട് മാത്രമല്ല ഒരു പെണ്ണിനോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണേ. പക്ഷേ രാധ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല കേട്ടോ. എങ്കിലും രാധനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം വരുന്നത് കാത്തിരിക്കുകയാണ്. വിക്രം വരുന്ന സമയത്ത് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം ഒരു തല്ലുണ്ടാക്കിയിട്ട് വരികയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവണം. കാരണം പോക്കറ്റൊക്കെ ഇവിടെ നിന്ന് കീറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോക്കറ്റൊക്കെ കീറി കാണുമ്പോൾ തന്നെ വേദ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ഇന്ന് തല്ലുണ്ടാക്കാൻ പോയിട്ട് തന്നെയാണല്ലോ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതിന് ശേഷം അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ നീ എന്തിനും എനിക്ക് ഭക്ഷണമൊക്കെ എടുത്തു തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയി, അമ്മ പോയി കിടന്നു, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം, പിന്നെ ഇന്നത്തോട് കൂടിയിട്ട് ഈ നേരം വൈകി വരുന്നത് നിർത്തലാക്കണം, കാരണം വയസ്സായ അമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരുന്നത്. പക്ഷേ നാളെ തുടങ്ങി അങ്ങനെ ഉണ്ടാവില്ല, നാളെ തുടങ്ങി കറക്റ്റായിട്ടുള്ള നേരത്തിന് വരികയും ചെയ്യണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് നേരത്തേക്ക് എടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി മേലിൽ ഭക്ഷണം വിളമ്പിത്തരാൻ ഞാനിവിടെ ഇരിക്കുന്നു വിചാരിക്കാൻ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം ദേഷ്യത്തോട് കൂടിയിട്ട് വേഗം തന്നെ പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഫ്രഷായി വന്നിട്ട് ശേഷം ചോറ് വിളമ്പി തരാമെന്ന് വേദ പറയും. ഞാൻ വിളമ്പി തരാമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ വിളമ്പി തിന്നോളാം എന്ന് പറഞ്ഞു കണ്ടിട്ട് അടുക്കളയിലേക്ക് പോകുകയാണ്. അടുക്കളയിൽ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് ചോറൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം കറി കാണുന്നില്ല കേട്ടോ. അപ്പോൾ കറി അന്വേഷിച്ച് നടക്കുകയാണ്. ഓരോ പാത്രം എടുത്ത് നോക്കുമ്പോൾ കറി കാണുന്നില്ല. അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ആ പാത്രം അവിടെ ഇടാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിളമ്പി തരാമെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, കറി എവിടെയും ചോദിക്കാൻ കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ വിളമ്പി തരണ്ടെന്ന് നോക്കിയെടുത്തോന്ന് പറയട്ടോ. അത് പിന്നെ ചോറിന് വിളമ്പി തരണ്ടെന്ന് പറഞ്ഞത്, കറിയല്ല എന്ന് പറയട്ടോ. അപ്പോൾ വേദ ശരി, കറി ഞാൻ എടുത്തുകൊണ്ട് വരാം, നിങ്ങൾ ചോറിനും കൊണ്ട് പൊക്കോളാൻ പറയട്ടോ. അങ്ങനെ വേദ കറിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് പകർത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് വേദ. അതിനുശേഷം വേദ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് സമാധാനത്തോട് കൂടിയിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് എന്നെ അനുവദിക്കുമെന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ ഒരു പണിങ്ങിയ പോലെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നൊക്കെ ഉണ്ട്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.